ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമോ എന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ഞാൻ 1.5 കിലോ മീറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഫ്രൈ ചെയ്യുന്നതിന് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ നല്ല കളർ കിട്ടുകയും ചെയ്യും, എന്നാൽ എരിവ് കൂടുകയുമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക. 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇടുക. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇടുക. ഇതെല്ലാം വീട്ടിൽ പൊടിച്ചിരുന്ന മസാലകളാണ്. ഇങ്ങനെ വീട്ടിൽ പൊടിച്ച മസാലകൾ ചേർത്താൽ ചിക്കൻ ഫ്രൈക്ക് നല്ല രുചിയായിരിക്കും. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഈ ചിക്കനെ നമുക്ക് പിടിപ്പിക്കാം. ചിക്കനെ മസാല നന്നായിട്ട് പിടിപ്പിച്ചു. ഇനി ഒരു 4 മണിക്കൂർ ഈ മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ സൂക്ഷിക്കുക. ഫ്രീസറിൽ വെക്കരുത്. കൂടുതൽ നേരം വെച്ചാൽ അതുപോലെ രുചി ഉണ്ടാകും ചിക്കൻ ഫ്രൈക്ക്. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ ഒരു 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. നമുക്കിത് വറക്കാനെടുക്കാം. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. വെറുതെ ഇട്ടാൽ പിടിക്കത്തില്ല. അവിടെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ചിക്കനിലേക്ക് ഒഴിക്കാം. ഈ കോൺഫ്ലവർ ചേർക്കേണ്ടത് നമുക്ക് ചിക്കൻ വറക്കാൻ എടുക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് ചിക്കനിലെല്ലാം ആ കോൺഫ്ലവർ പുരട്ടിയിട്ടുണ്ട്. നമുക്കിനിയും വറുത്തെടുക്കാം. നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്താണ്. അതിനൊരു പ്രത്യേക രുചിയാണ്. എണ്ണ ചൂടാകട്ടെ. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുന്നത്. ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. നമുക്ക് മറിച്ചൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ പീസ് ഇടാവൂ. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒട്ടിപ്പിടിക്കാതെ കഷ്ണത്തെ നിന്നൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞു ഉടനെ അത് മറിച്ചിടാൻ പോയാൽ അതിലെ മസാല മുഴുവൻ പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വലിയ പീസായിട്ട് എടുക്കുന്ന ചിക്കനാണെങ്കിൽ ഈ 6 മിനിറ്റ് പോരാ. അകത്തെല്ലാം വേവ് കയറണമെന്നുണ്ടെങ്കിൽ ടൈം കൂട്ടിയിട്ട് എടുക്കണം. നമ്മൾ തിരിച്ചിട്ടു. ഇനി ഇത് നല്ലതുപോലെ ആവശ്യത്തിന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ഫ്ലേവർ കിട്ടുന്നതിനും പിന്നെ ഇത് ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിനുമാണ്. 1 സെക്കൻഡ് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് അത് നല്ല കരിയാതെ നമുക്ക് കറിവേപ്പില എടുക്കുകയും ചെയ്യാം. ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത്.
നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യത്തെ ചിക്കൻ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.